हेवन प्रभु की महिमा हो बहन। നാം ഏവരും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായല്ലോ. ദൈവത്തിന് സ്തോത്രം. हम यहाँ पर बैठता है पवित्र आत्मा की अगुवाई से। ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. പാസ്റ്റർ അൺമ്യൂട്ട് ചെയ്യുക പ്ലീസ്. ഈ വചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ये वचन की घोषणा में सभी को स्वागत करता हूँ. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിന്റെ ഒരു എന്താ രത്ന ചുരുക്കം എന്താണെന്ന് ബെൻ തന്റെ താൻ പരിപാടിയപ്പോൾ ഇടയ്ക്ക് പറയുകയുണ്ടായി. आज की वचन की घोषणा में एक और संक्षिप्त शब्द अपना बहन ने गीत के द्वारा हमको प्रकट की है. നമ്മുടെ മനസ്സ് പുതുക്കി നാം രൂപാന്തരപ്പെടണം എന്നത്രേ. हम मन फिराहट होकर दिनम प्रति मसीह के साथ मिलजुलना, അതൊക്കെ ഇന്നത്തെ സന്ദേശം. वो ही है आज की वचन. ഏവർക്കും ഈ സുവിശേഷ പ്രസംഗത്തിലേക്ക് സ്വാഗതം. सभी को ये सुसमाचार की घोषणा के लिए स्वागत करता हूँ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. फिलिपियों की पत्री 2 अध्याय की 5वां पद में ये पद हम पाया जाता है, ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. और मसीह की स्वभाव हमारे में बने रहे. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുമ്പോഴത്രേ വാസ്തവത്തിൽ നാം ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് പറയപ്പെടുന്നത്. मसीह की स्वभाव हमारे में प्रकट होते हैं तब मसीह की चेहरे बन जाते हैं. നമ്മുടെ ജീവിതങ്ങൾ ഒന്നുകൂടി ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തില് അത് എങ്ങനെ ഇരിക്കുന്നു എന്ന് ആത്മപരിശോധന ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. और मसीह की वचन मनन करने का समय हमारा मसीह का साथ हम कैसे मेल मिलाप होता है इसके बारे में जानकारी मिलना भला है. ക്രിസ്തുവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് താഴ്മയാണ്. फिलिपियों की पत्री 2 अध्याय 5वां पद में जैसा मसीह यीशु का स्वभाव था वैसा ही तुम्हारा भी स्वभाव हो. സ്വയം ത്യജിക്കുന്നതിന്റെ തയ്യാറായ യേശുവിന്റെ ജീവിതം, अपने आपको त्याग किए हुए मसीह की स्वभाव, സമൂഹം തള്ളപ്പെട്ടതായ വ്യക്തികളോടുള്ളതായ അനുകമ്പ, അവരോടുള്ളതായ മനസ്സലിവ്, और सारे सभी लोग त्याग किए हुए तखे बांधे हुए लोगों को अंगीकार करने के लिए यीशु मसीह ने जो किए हुए बात. യേശു ശമരിയ പട്ടണത്തിലായിരുന്നപ്പോൾ ആ ശമരിയക്കാരായ ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. मसीह ने शमरिया में थे उसी समय एक शमरी स्त्री ने मसीह की ओर आया है. ഏതാണ്ട് മധ്യാഹ്നമായിരുന്നു. യേശു വളരെ ക്ഷീണിതനായിരുന്നു. യേശുവിന് വളരെ വിശപ്പുണ്ടായിരുന്നു. और दोपहर की समय कुआ के किनारे में मसीह ने बैठा, तब मसीह को प्यासा लगा, भूखे लगा. ശിഷ്യന്മാര് അവരുടെ കൈവശം ഉണ്ടായിരുന്നതായ ചെറിയ തുകയുമായിട്ട് ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി അവർ പോയി. शिष्यों ने और भोजन खरीदने के लिए बाहर की ओर गई थी. അവർ വന്നപ്പോൾ യേശുവിന്റെ അടുക്കൽ ഒരു ശമരിയക്കാരിയായ ഒരു സ്ത്രീ നിൽക്കുന്നവർ കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. उन्होंने लौटाया, तब एक शमरी स्त्री ने मसीह के साथ बात करते रहते उन्होंने आश्चर्य हुई है. ആ സന്ദർഭത്തില് യേശുവിനോട് പറയുകയാണ്, യേശു അവരോട് പറയുകയാണ്, അവർ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി യേശുവിനെ ക്ഷണിച്ചു. और उसी समय शिष्यों ने भोजन खरीद कर आया है, उन्होंने मसीह आओ खाना खाए ये बात कहा है.
യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി ചെയ്യിക്കുന്നത് തന്നെ എന്റെ ആഹാരം എന്ന്. और मेरा आहार, मेरा भोजन यह है, मुझे यहाँ पर संसार में भेजा है, जो भेजने वालों को ये कर्तव्य है वो पूरा करना मेरा भोजन है. പിതാവിന്റെ ഇഷ്ടം അതത്രേ തനിക്ക് ചെയ്യുവാൻ, ഈ ഭൂമിയിൽ ചെയ്യുവാനുള്ളതായ ദൗത്യം എന്ന് പറയുന്നത്. पिता परमेश्वर की इच्छा परिपूर्ण करने के लिए प्रभु भेजा है, वो पूर्णता में लाने के लिए वही है मेरा इच्छा. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് അത്ര എന്റെ ആഹാരം എന്നത്ര യേശു പറഞ്ഞത്. पिता परमेश्वर की आग्रह पूरा करना वही मेरा भोजन है. യേശു അവരോട് പറഞ്ഞു, എനിക്ക് വേറെ ആഹാരമുണ്ട് എന്ന് പറഞ്ഞു. यीशु मसीह ने उनसे कहा है, मुझे दूसरा एक भोजन खाने के लिए है. യേശു ഇവിടെ അർത്ഥമാക്കുന്നത് രക്ഷയുടേതായ ആ ദൗത്യം താൻ ആരംഭിച്ചു കഴിഞ്ഞു, അത് പൂർത്തിയാക്കുകയും ചെയ്യും എന്നത്രയും. यीशु यहाँ पर मन में लगा हुआ बात यही है, परमेश्वर ने उन्हें भेजा है और यहोवा परमेश्वर की वचन वाणी पूर्णता में लाने के लिए प्रयत्न है, उसके बारे में कहा है. പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി നിർവഹിക്കുന്നതിൽ അത്രേ താൻ സന്തോഷം കണ്ടെത്തിയത്. और पिता परमेश्वर की बात पूरा करना वो ही मेरा संतोष है, आनंद है. നാം നല്ല ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാകാറുണ്ട്, സന്തോഷം ഉണ്ടാകാറുണ്ട്. हम अच्छे भोजन खाते हैं, हम सब संतृप्त होता है, आनंद भी मनाते हैं. യേശുവിന് വിശപ്പുണ്ടായിരുന്നു, യേശു മനുഷ്യപുത്രനായിരുന്നു. यीशु मसीह मनुष्य के पुत्र है, इसी कारण में उनको भी भूख लगते हैं. എന്നാൽ പിതാവിന്റെ ഇഷ്ടം താൻ ചെയ്യുമ്പോഴൊക്കെയും താൻ അതീവ സന്തുഷ്ടനായിരുന്നു. पिता परमेश्वर की इच्छा पूर्ति करते हैं, तब अधिक से अधिक आनंद मना रहा है. നശിച്ചുകൊണ്ടിരിക്കുന്നതായ മനുഷ്യരെ രക്ഷിക്കുന്നതിന് വേണ്ടി അത്രേ യേശു ഈ ഭൂമിയിൽ വന്നത്. धक्के मारते हुए लोगों को मसीह की ओर लाने के लिए काम करते हैं, वही है उनका आनंद. പിതാവിന് ഈ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുന്നതിന് ഇഷ്ടമില്ല. पिता परमेश्वर को एक ही व्यक्ति भी नाश होना उनको आग्रह नहीं है. പിതാവായ ദൈവം നമ്മേക്കാൾ തന്റെ പുത്രനേക്കാൾ അധികമായി നമ്മെ സ്നേഹിച്ചു. और पिता परमेश्वर ने मसीह से भी अधिक हमको हमारे ऊपर प्रेम किया है. ഇവിടെ നോക്കുമ്പോൾ ഈ ശമരിയക്കാരിയായ സ്ത്രീയും യേശുവിന്റെ വചനം കേട്ട് അവൾ മാനസാന്തരപ്പെട്ടു. ये आमरम पाया जाता है, शमरी स्त्री मसीह का शब्द सुनते हुए उन्होंने मन भराया. അത് മാത്രമല്ല, അവളുടെ പട്ടണത്തിൽ പോയിട്ട് ആബാലവൃദ്ധൻ ജനങ്ങളെയും കൂട്ടിക്കൊണ്ട് യേശു ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നു. केवल इतना ही नहीं, वो स्त्री ने दौड़ते दौड़ते अपना शहर की और गांव की ओर गई, इतने लोगों को वहां पर लाया है. ഇത്രയും ആളുകൾ തന്റെ അടുക്കലേക്ക് സുവിശേഷം കേൾക്കുന്നതിന് വേണ്ടി വന്നത് വളരെയധികം സന്തോഷം നൽകി. इतने भीड़ मसीह की सुसमाचार सुनने के लिए आया है, मसीह को भी इतनी आनंद भरी है. യേശു പറഞ്ഞല്ലോ, ഹാർവെസ്റ്റ് ഈസ് പ്ലെന്റി എന്ന്. मसीह ने कहा है और फल सिला काटने का समय आ पहुंची है. കൊയ്ത്ത് വളരെയധികമുണ്ട്, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കൊയ്ത്തിനായി നിലങ്ങൾ വിളഞ്ഞിരിക്കുന്നു എന്നത്ര യേശു പറഞ്ഞത്. सिला काटने का समय आ पहुंची है, अभी खेत फलदायी हो गई है. അതെ, ഒരു വ്യക്തിയോട് യേശു സുവിശേഷം പറഞ്ഞു, അവൾ മാനസാന്തരപ്പെട്ടു. അത് മുഖാന്തരം ഒരു പട്ടണം മുഴുവനും ദൈവത്തിലേക്ക് കടന്നു വരുന്നതിനിടയായി തീർന്നു. ऐसे एक स्त्री को सुसमाचार सुनाया है, वो स्त्री के द्वारा एक शहर पूरा मसीह की ओर मधुरवाणी सुनने के लिए आया है. യേശു ക്രിസ്തുവിനുണ്ടായതായ ആഹ്ലാദം പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. और मसीह का हृदय इतनी आनंद से भरी है, वो कह नहीं सकते हैं. അതെ, അതത്രേ എന്റെ ആഹാരം എന്ന് യേശു പറഞ്ഞു. वो ही है मेरा आहार. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതത്രേ, മറ്റുള്ളവരോട് മാനസാന്തരത്തിലേക്ക് അവരെ നയിക്കുന്നതത്രേ യേശുവിന്റെ ആഹാരം എന്ന് പറയുന്നത്.
वारों को मसीह का सुसमाचार सुनाते हुए मसीह में लोग आते हैं, यही है मसीह की आहार। ഇവിടെ ആത്മാക്കളുടേതായ വീണ്ടെടുപ്പ് അതത്രേ ഇവിടെ സംഭവിക്കുന്നത്. आत्माओं को बचाने के बारे में जो निर्णय है वो ही है अमर कहलाता है। അതെ, ഒരു ആത്മാവിന്റെ വില അത്രയും വലുതത്രേ. एक व्यक्ति की आत्मा की मूल्य इतनी बड़ा है, രക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നതും എന്താണ്, അതത്രേ ദൈവത്തിൻ്റെതായ വേല എന്ന് പറയുന്നത്. और मन विरागट हो और मसीह को अपनाया और यार मसीह को स्वीकार करना, यही है भला की बात। അതെ, താൻ ആരംഭിച്ചതായ ആ ശുശ്രൂഷ അത് പൂർത്തിയാക്കുന്നതിനും താൻ അതീവ ശ്രദ്ധയുള്ള ആളായിരുന്നു. उन्होंने मसीह को पिता परमेश्वर ने संसार में भेजा है, वो ही है उनका आगार, उसमें संतृप्त होता है। ദൈവത്തിന്റെ സൃഷ്ടിയായ മനുഷ്യരെ മുഴുവനും തന്നെ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുവാനത്ര യേശു വന്നത്. और खोए हुए लोगों को स्वर्गीय परमेश्वर के स्थानों में बिठाने के लिए प्रभु परमेश्वर की आशा आग्रह योजना संपूर्णता में लाने के लिए मसीह की इरादा है। ഭാവികളായ മനുഷ്യർക്ക് വേണ്ടി സ്വജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം ഒരു യാഗമായി തീരുവാൻ അത്രേ യേശു വന്നത്. मनुष्य मानवजाति पापित है, जो पापियों को मन फिरावट हाल में लाने के लिए है मसीह यीशु का आग्रह। ദൈവത്തിന്റെ ഭവനം അത് വിപുലമായി തന്നെ എൻലാർജ് ചെയ്യുക, അതത്രേ യേശുവിന്റെ ലക്ഷ്യം. मसीह के राज्य को घोषणा में विविध करने के लिए यही लक्ष्य है, मसीह का लक्ष्य। ഈ ചെറിയവരിൽ ഒരുത്തൻ പോലും നശിച്ചു പോകുവാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. इसी लोगों के बीच में छोटा सा एक व्यक्ति भी नाश ना हो, ये बात मसीह की आग्रह है। യേശു തന്റെ സകല ശക്തിയും ഉപയോഗിച്ചിട്ട് തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു. यीशु मसीह ने इनमें कितनी सामर्थ्य है, ये सामर्थ्य के साथ ये काम करते ही रहते हैं। തന്റെ രക്ഷയുടേതായ ആ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത് കാൽവരി ക്രൂശിലേതായ ആ യാഗത്താലത്രേ. ये मसीह का काम पूरा करने के लिए ये मसीह कालवरी क्रूस पर उनका बलिदान किया, बलि की द्वारा। യേശു ക്രിസ്തുവിന്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ജനത്തിന്റെ വീണ്ടെടുപ്പായിരുന്നു. मसीह का एक उद्देश्य, एक लक्ष्य यही है, लोगों को परमेश्वर के साथ मिलाने के लिए। തന്റെ ഈ ദൗത്യത്തിൽ നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. इनका कामकारियों में इनका बदलाहट, उनका बदले काम करने वाले की शब्द भी आगे है। വീരന്റെ കയ്യിലെ അമ്പ് പോലെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് യേശു നീങ്ങിക്കൊണ്ടിരുന്നു. एक शूरवीर के हाथ में तीर है, इससे न्याय है परमेश्वर की मधुरवाणी। അത് പാപികൾക്ക് വേണ്ടി പരമയാഗമായി തീരുന്നതായ ആ കാൽവരി ക്രൂശിനെ ലക്ഷ്യമാക്കിയത്രേ യേശു പ്രവർത്തിച്ചത്. तो कालवरी क्रूस पर मसीह को चढ़ाने की आगे के समय आ रहा है, लेकिन उसका लक्ष्य, उनका उद्देश्य संपूर्णता में लाने के लिए प्रयत्न कर रहा है. തന്റെ ആ ദൗത്യത്തിൽ നിന്നും തന്നെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി സാത്താൻ പല വിധമായിട്ടുള്ളതായ പ്രലോഭനങ്ങൾ കൊണ്ടുവന്നു. मसीह को कालवरी क्रूस पर लाने के विरोध में शैतान ने कई प्रकार की परीक्षा मसीह की ओर लाया था. ലോകപ്രകാരമുള്ളതായ വലിയ ഒരു സാമ്രാജ്യം അത്രേ യേശുവിന്റെ മുമ്പിൽ അവൻ ഓഫർ ചെയ്തത്. और संसार की एक बादशाह बनाने के लिए, सब कुछ की प्रथम स्थान में लाने के लिए शैतान ने प्रयत्न किया है. റോമാ സാമ്രാജ്യത്തെക്കാൾ അല്ലെങ്കിൽ അന്ന് നിലവിലുള്ള ഏത് സാമ്രാജ്യത്തെക്കാളും വളരെ വിപുലമായിട്ടുള്ളതായ ഒരു രാജ്യം അത്രേ അവൻ യേശുവിന്റെ മുമ്പിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. रोमा साम्राज्य से भी बढ़कर इतनी बड़ा
और पदवी शैतान ने मसीह को देने के लिए आग्रह के साथ आया, परीक्षा किया। അത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ വരികയാണെങ്കിൽ പലരും ഈ സുവിശേഷ വേലയൊക്കെ നിർത്തിയിട്ട് അതിന്റെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. आजकल दिनों में ऐसा एक अवसर मिलेगा तो सुसमाचार की सेवकाई त्याग करते हुए उसका पीछे जाने वाले आजकल दिनों में बहुत सारे लोग हैं। യേശുവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കുവാനല്ല, മറിച്ച് പാപികളായ മനുഷ്യരെ നിത്യതയിലേക്ക് അടുപ്പിക്കുവാനത്രേ. मसीह का काम ये पृथ्वी पर एक बादशाह बनकर प्रभुता करने के लिए नहीं, स्वर्ग राज्य के साथ मनुष्यों को मिलाने के लिए, जोड़ने के लिए प्रयत्न है। യേശുവിന് ഒരേ ഒരു ലക്ഷ്യം, ആത്മാക്കളുടെ വീണ്ടെടുപ്പ്. मसीह का एक लक्ष्य है, आत्माओं को बचाए। വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആലയത്തെ കുറിച്ചുള്ളതായ എരിവ് അവനെ തിന്നുകളഞ്ഞു എന്ന്. प्रेरित पौलुस ने एक शब्द दिया है, ये मसीह की सेवकाई के बारे में मुझे इतना उत्तेजित होता है, उत्साहित होता है, मुझे को खा जाते हैं। അത്രമാത്രം തീഷ്ണതയോടുകൂടി കർത്താവിന് വേണ്ടി അത് സമർപ്പിക്കപ്പെടുവാൻ തക്കവണ്ണം നാം തയ്യാറാണോ? इतने उत्साह के साथ अपने आप को समर्पण करते हुए आगे बढ़ने के लिए हम तैयारी है नहीं है? ശാസ്ത്രിമാരും പരീശന്മാരും സുവിശേഷ വിരോധികളും ഒക്കെയും യേശുവിനെ നശിപ്പിക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യം പല രീതിയിൽ ശ്രമിച്ചു. शास्त्रियों और फरीसियों कई प्रकार के काम कार्य किए हैं मसीह को सताने के लिए। യേശുവിനെ മലയുടെ മുകളിൽ നിന്നും തള്ളിയിട്ട് കൊല്ലുവാൻ അവർ ശ്രമിച്ചു. इतनी ऊंचे पहाड़ की और चोटी पर लगे है, नीचे गिराकर उनको सताने के लिए उन्होंने परिश्रम की है। ജനത്തിന്റെ മധ്യയായിരുന്ന യേശു അല്പം സ്ഥലം തരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിലൂടെ നടന്ന് പോയി. मसीह ने इतने भीड़ के बीच में से थोड़ा सा जगह हमें दे कहकर उनका बीच में से निकल गई है। തന്റെ നാഴിക വരുന്നത് വരെയും ഒരു ശത്രുവിനും തന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ കഴിയില്ല. उनकी घड़ी आ नहीं पहुंचा, इसी कारण में उस समय तक उनको नाश करने के लिए कोई किसी की सामर्थ्य को हो नहीं सका। സക്കായിയെ പറ്റി നാം തിരുവചനത്തിൽ വായിക്കുന്നു. जकाई के बारे में वचन में हम पाया जाता है, സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ടിരുന്നതായ ഒരു വ്യക്തി, और उनका लोगों का बीच में उन्होंने त्याग किए हुए एक व्यक्ति है। അങ്ങനെയുള്ളതായ വ്യക്തിയുടെ വീട്ടിൽ യേശു സന്ദർശിച്ചു. ऐसे निशा पुत्र के घर में मसीह रहने के लिए आग्रह की है। സക്കായിയുടെ വീട്ടിൽ വലിയൊരു വിഭവ സമൃദ്ധമായ ഫീസ്റ്റ്, ഒരു വിരുന്ന് ഒരുക്കുകയുണ്ടായി. जकाई के घर में एक इतना खूबसूरत भोजन तैयार किए थे। അവിടെ സമൂഹത്തിലെ ധാരാളം ആളുകൾ കടന്നുകൂടിയിരുന്നു. और विश्व में से बहुत सारे लोग इकट्ठा हो गया। അവിടെ കൂടിയവരധികവും സക്കായിയെ പോലെയുള്ളതായ സക്കായിയുടെ ഫ്രണ്ട്സ് ആയിരുന്നു. और वहां पर इकट्ठा हो गया, सगाई की समानता में रहते हुए उनके दोस्तीदारों हैं। സക്കായിയുടെ വീട്ടിൽ യേശു ക്രിസ്തു വളരെ കംഫർട്ടബിൾ ആയിരുന്നു. माँ उस जकाई के घर में यीशु मसीह इतने सुरक्षित है, കാരണം അവിടെ കൂടിയിരിക്കുന്നതായ പാപികളായ മനുഷ്യരുടെ ഉദ്ധാരണം, അവരുടെ രക്ഷയത്രേ യേശുവിന്റെ ലക്ഷ്യം. मसीह के लिए उद्देश्य यही है, जितने लोग वहां पर इकट्ठा हो गया उन्हीं को परमेश्वर का साथ मिला दे। യേശുവിന്റെ ഇത്തരത്തിലുള്ളതായ സമീപനത്തെ നിശ്ചിതമായിട്ട് വിമർശിക്കപ്പെട്ടു. मसीह ऐसे प्रकार के काम किया करता है, और वहां के फरीसी और याजकों ने उनका बदलावट बात करना शुरू किया। അന്നത്തെ മത നേതൃത്വത്തിന് ഈ യേശുവിൻ്റെതായ ആ ഒരു പുതിയ രീതിയിലുള്ളതായ ആ ഒരു പ്രവർത്തന ശൈലി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. और वहां पर प्रभुता करते हैं जो लोगों को मसीह का काम कार्य उन्हों को अच्छा नहीं लगा है। ഈ സംഭവത്തിലൂടെ യേശു പ്രകടമാക്കിയത് തന്റെ പ്രവൃത്തി എങ്ങനെയുള്ളത് എന്നത്രേ. मसीह ने प्रकट किया ये बात यही है, कैसा भी हो मसीह की और लोगों को इकट्ठा करे। സാൽവേഷനെ കുറിച്ച്, രക്ഷയെ കുറിച്ച് പറയുവാനും അത് ക്രിസ്തുവിന്റെ നാമത്തെ മാഗ്നിഫൈ ഉയർത്തുവാനും നമുക്ക് കഴിയണം.
और सुसमाचार की एक घोषणा लोगों को मसीह की ओर जोड़ दे, जुड़ाने दे, ये लक्ष्य है हमारा काम। എന്നാൽ പലപ്പോഴും നാം കേൾക്കുന്നതായ പ്രസംഗങ്ങളിലെ മാനസാന്തരത്തിന്റെയോ അല്ലെങ്കിൽ സമർപ്പണത്തിന്റെയോ ആഹ്വാനം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. आजकल दिनों में सुसमाचार की घोषणाओं में और मसीह की ओर लोगों को मिलाने के लिए वो शब्द वहां पर नहीं मिलता है। പഴയ തലമുറയെ നോക്കുമ്പോൾ ബിലീഹാം തുടങ്ങിയതായ ആളുകളുടെ ശുശ്രൂഷകളിലൊക്കെയും നാം കാണുന്നത് സമർപ്പണത്തോടുകൂടി ആളുകൾ മുന്നോട്ട് വരുന്നതായ ഒരു രംഗം. पुराना समय में बिली गिरामो इत्यादि बहुत सारे प्रचारकों, उनका सेवकाई की फर्ज कर्तव्य यही है, मसीह में लोगों को लाए. പാവപ്പെട്ടവരായ പാപികളുടെ മധ്യേ ശുശ്രൂഷിക്കുന്നതില് യേശു വളരെയധികം സന്തോഷം കണ്ടെത്തി. पापियों का बीच में सेवकाई करने में मसीह इतनी आनंद मगन हुई है. പാപിയായ ഒരു വ്യക്തിയെ തന്റെ പാപത്തെ കുറിച്ച് അനുതപിച്ച് വിലപിക്കുന്നത് കാണുവാൻ യേശുവിന് സന്തോഷമായിരുന്നു. पापी या अपराधी होते हैं, उन्हीं को मसीह की ओर लाते, मसीह में आनंद मगन होते हैं, इसे में मसीह भी आनंद है. ഒരു പാപിയുടെ മാനസാന്തരം അതത്രേ യേശുവിന് നൽകിയതായ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. एक पापी व्यक्ति मन भरावट में लाते हैं, ये देखते हुए मसीह ने इतनी आनंद में भर गई है. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നാം വളരെ സന്തോഷത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രോജക്റ്റിന്റെ അതിന്റെ സമാപനമായ ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ നാം മറ്റെല്ലാ ഭക്ഷണം പോലും കഴിക്കുന്നത് ചിലപ്പോൾ മറന്നു പോകാറുണ്ട്. हम कोई कुछ काम कार्य में है, जो कार्य में उनका मन में एक हृदय में एक संपूर्णता के लिए आग्रह है, संपूर्णता में आते हैं, जो मेहनत में है भोजन खाने के लिए भी उन्होंने भूल जाते हैं. നമ്മുടെ ആ പ്രോജക്റ്റിന്റെ സമാപനത്തിൽ എത്തുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഭക്ഷണം പോലും കഴിക്കുന്നത് മറന്നു പോകാറുണ്ട്. हमारा उद्देश्य संपूर्णता में लाने तक प्रयत्न करते हैं, उस प्रयत्न के समय भोजन खाने का वो भी भूल जाते हैं. അതുകൊണ്ട് ശിഷ്യന്മാരെ ഭക്ഷണമായി വന്നപ്പോൾ യേശു പറഞ്ഞത് എനിക്ക് കഴിക്കുവാൻ വേറെ ഭക്ഷണമുണ്ട് എന്ന്. इसी कारण में शिष्यों ने मसीह की ओर खाना खिलाने के लिए लाया, तब मसीह ने कहा मुझे दूसरा एक खाना है, मैं खा लिया है. പട്ടണത്തിലെ ജനം മുഴുവനും മാനസാന്തരപ്പെട്ട് കണ്ണുനീരോടുകൂടി കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ ഇതിൽ പരം സന്തോഷം യേശുവിന് വേറെയില്ല. शहर के लोग पूरा इकट्ठा होकर मसीह की ओर आया, तब खाना के लिए भूख ही नहीं लगते हैं, इसमें लोगों को देखते हुए आनंद मगन हुई है. ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പരീശന്മാരെയും ശാസ്ത്രിമാരെയും കപട വിശ്വാസികളെയും ആളുകളെ കണ്ടിട്ട് അവരെ പ്രവർത്തനം കണ്ടിട്ട് യേശു വളരെയധികം കോപാകുലനായി തീർന്നു. मसीह की सेवकाई के समय कपट विश्वासियों और फरीसियों याजकों, उनका कड़वापन के हृदय देखते हुए मसीह ने अफसोस हो गई है. സാധാരണക്കാരായ വ്യക്തികൾക്ക് സ്വർഗരാജ്യത്തിൻ്റെതായ കവാടം അവർ അടച്ചു കളഞ്ഞു. साधारण लोगों के लिए स्वर्गीय दरवाजा उन्होंने बंद करके रखा है. എന്നാൽ തന്നെ എതിർക്കുന്നതായ സുവിശേഷ വിരോധികളായിട്ടുള്ളതായ പാപികളുടെ മാനസാന്തരത്തിന് തടസ്സമായി നിൽക്കുന്നതായ ശത്രുക്കളെ കാണുമ്പോൾ താൻ വളരെയധികം കോപാകുലനായി തീർന്നു. और मसीह की सेवकाई में जिन्होंने काम करते आते हैं, तब उसका विरोध में लड़ते हैं, उन्हों को देखते हुए और बहुत अफसोस में हो गई है. അവൻ അവരുടേതായ പ്രവൃത്തികൾ കണ്ടിട്ട് അവൻ ഗർജിച്ചു. मसीह ने उन्होंने काम देखते हुए क्रोधित हो गई है. അതെ, സർപ്പ സന്തതികളെ എന്നും അതുപോലെ കപട വിശ്വാസികളെ എന്നും നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നത്രേ അവരെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞത്. वो ऐसे काम करने वाले लोगों को देखते हुए सर्प के संतान, तेरी विश्वास कपड़ है, और मसीह की
और वचन के साथ मिलेगा नहीं है, ये बात कहा है। മറിച്ച് സക്കായിയുടെ വീട്ടിൽ വന്നുകൂടിയിരുന്നതായ ആ പാപികളായ വ്യക്തികളുടെ അവരുടേതായ റിപ്പന്റൻസ്, അവരുടെ മനസാന്തരം കണ്ടപ്പോൾ യേശു അധികം സന്തോഷിച്ചു. और मसीह की ओर ये पापियों आकर मसीह में से मुक्त पाते हैं, ये देखते हुए मसीह बहुत आनंद हो गई है। യെരൂശലേമിലെ ജനങ്ങൾക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും നൽകുവാനത്രേ യേശു വന്നത്. यरूशलेम में जो यहूदियों हैं उन्हीं को आनंद देने के लिए, उनको अनुग्रह के लिए मसीह संसार में आया है। എന്നാൽ അവർ ആ യേശുവിനെ ത്യജിച്ചു കളഞ്ഞു. वही देखते हैं मसीह को उन्होंने त्याग की है। കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ അടിയിൽ സംരക്ഷിക്കുന്നത് പോലെ ഈ ജനത്തെ ചേർത്തുകൊള്ളുവാൻ ദൈവത്തിന് ഇഷ്ടമായിരുന്നു എന്ന് അവരോട് പറഞ്ഞു. यहोवा परमेश्वर की आग्रह है ही है। मुर्गी अपना पांगों के तले अपना बच्चों को सुरक्षित रखते हैं, इसी नाई इस्राएलियों को सुरक्षित करने के लिए आग्रह की, लेकिन उन्होंने त्याग की। യേശുവിന്റെ സുവിശേഷം തിരസ്കരിക്കുന്നവരെ കണ്ടപ്പോൾ യേശു അത് യെരൂശലേമിനെ നോക്കി കരഞ്ഞതുപോലെ അവൻ കരയുന്നു. यीशु मसीह ने आया से भगाई किया, तब ये यहूदियों ने इस्राएलियों ने त्याग किया है, वो देखते हुए मसीह रोने लगा है। യേശു ക്രിസ്തുവിനെ പരിഹസിക്കുകയും തന്റെ മേൽ തുപ്പുകയും തന്നെ നിന്ദിക്കുകയും ചെയ്യുന്നതായ ആളുകളോട് യേശുവിന് ഒരു വിരോധവും ഇല്ലായിരുന്നു. और यीशु मसीह को देखते हुए टटा किया है और धूकना मार दिया है, कई प्रकार की प्रश्न दिया, लेकिन उनको देखते हुए उनको कुछ दुख नहीं दे। എന്നാൽ അവരെ യേശുവിനെ തള്ളിക്കളയുന്നവരോട് അവരെ ഓർത്ത് യേശു സങ്കടപ്പെട്ടു. वो यहूदियों को उद्धार के लिए मसीह आया, लेकिन मसीह को त्याग करते हुए लोगों को देखते हुए मसीह इतनी उदासी हुई है। തങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി സുവിശേഷ പ്രഘോഷത്തിന് എതിരായി നിൽക്കുന്നതായ വ്യക്തികളോട് യേശുവിന് വളരെയധികം കോപമുണ്ടായിരുന്നു. और मसीह के सुसमाचार सुनाने के विरोध में जितने लोग लड़ते हैं, उनको देखते हुए मसीह ने इतनी दुखित हो गई है। യേശു ശിഷ്യന്മാരുമായിട്ട് ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അത് വലിയ കടൽക്ഷോഭം ഉണ്ടായി. मसीह ने नब में शिष्यों के साथ पार जाने के लिए यात्रा की, उसी समय में समुद्र इतने क्रुद्ध हो गई है। ശുശ്രൂഷയുടേതായ ബാഹുല്യ നിമിത്തം വളരെ ക്ഷീണിതനായിരുന്ന യേശു ക്രിസ്തു മയങ്ങിപ്പോയി. और यहाँ पर इतना सेवकाई में दौड़ रहे हैं, वो दौड़ते दौड़ते थके बांधे हुए जो मसीह नेब में सो गई है। അപ്പോഴാണ് ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തുന്നത്. उसी घड़ी में शिष्यों ने यीशु मसीह को जागा है। അതെ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് അവർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. हम नाश होता है इतने चिल्लाने लगा है। എന്നാൽ യേശു ക്രിസ്തു തന്റെ നന്മയ്ക്ക് വേണ്ടി, തന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അല്ല പ്രവർത്തിച്ചത്, മറ്റുള്ളവർക്ക് വേണ്ടി അത്രേ രാവും പകലും അധ്വാനിച്ചത്. यीशु मसीह के लिए, अपने के लिए कुछ नहीं किया है, लोगों को रक्षा के लिए उन्होंने प्रयत्न की है। അതെ, നമ്മൾ പലപ്പോഴും യേശുവെ രക്ഷിക്കണമേ എന്നൊക്കെ നമ്മൾ യേശുവിനോട് പറയുകയും, പക്ഷെ നമ്മൾ പലപ്പോഴും എഴുന്നേൽക്കുക പോലുമില്ല. हम ऐसा चिल्लाते हैं ये यीशु जाग उठ, लेकिन हम जाग उठता नहीं है। നമ്മൾ മടിയന്മാരായിരുന്നിട്ട് യേശുവെ രക്ഷിക്കണമേ രക്ഷിക്കണമേ എന്ന് പറയും. हम उदासी होकर बैठते हैं, ये यीशु रक्षा कर कहते हैं। എന്നാൽ ഇവിടെ നമ്മൾ ശമരിയ സ്ത്രീയെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ യേശു വളരെ സന്തോഷവാനായിരുന്നു. കാരണം ഒരു സമൂഹം മുഴുവനും യേശുവിന്റെ അടുക്കലേക്ക് വന്നു. शमरी लोगों ने मसीह की ओर आया, ये देखते हुए यीशु की हृदय आनंद से भर गई, लेकिन अपने लोग मसीह को त्याग किए। അവന്റെ ആത്മാവിൽ യേശു വളരെ ഉന്മേഷം പ്രാപിച്ചത് കൊണ്ട് അവന് ഭൗതികമായിട്ടുള്ള ആഹാരം ആവശ്യമില്ലായിരുന്നു. और शमरी लोगों ने इतने आनंद से, इतने प्रेम मेल मिलाप से मसीह की ओर आया,
और वचन सुनना पड़ा, इसी कारण में संसार की भोजन त्याग की है। പാപികൾ മാനസാന്തരപ്പെടുമ്പോൾ യേശുവിന്റെ ദൗത്യം വിജയകരമായി തീരുന്നു. पापियों ने मन भराते हैं, मसीह को अपनाता है, तब मसीह का हृदय आनंद से भरते हैं। യേശുവിനും വേറെ ആഹാരമുണ്ട് എന്ന് പറഞ്ഞത് എന്താണ്? സ്വർഗീയമായിട്ടുള്ളതായ ആ ആഹാരം, അത് ആത്മാക്കളെ നേടുന്നതിനുള്ളതായ ആ സന്തോഷം അത്രേ. और मसीह आनंद मगन होते हैं, आत्माओं को बचाने के लिए प्रयत्न किया, फल देखते हुए आनंद होते हैं। നമ്മുടെ ശരീരത്തിൻ്റെതായ സുഖവും അതുപോലെ അതിൻ്റെതായ സന്തോഷവും ഭൗതിക സൗകര്യങ്ങളൊക്കെയും ത്യജിച്ച് ക്രിസ്തുവിന് വേണ്ടി ഓടുവാൻ നമ്മൾ തയ്യാറാണോ? और हम इतने आग्रह रखे और मसीह के लिए प्रयत्न करते हैं, हमारा मेहनत को फल देखते हुए आनंद कर सकते हैं। യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മുൾക്കിരീടം ധരിക്കുവാനത്രേ. और मसीह संसार में आया सांढे की मुकुट पहनने के लिए, നമ്മുടെ ദുഃഖങ്ങൾ ചുമക്കുവാനത്രേ, हमारा दुख उठाने के लिए, നമ്മുടെ സങ്കടം വഹിക്കുവാനത്രേ, हमारा हमारा गिड़गिड़ाहट समझने के लिए, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി അത്രേ യേശു വന്നത്. मनुष्य के उद्धार के लिए यीशु मसीह आया है। തന്റെ വിയർപ്പ് തുള്ളികൾ രക്തപങ്കിലമായി തീരുന്നതായ ഒരു അനുഭവം താൻ മുന്നമേ കണ്ടിരുന്നു. मोहरे उनका पसीना, या वो एक बूंद रक्त की नाई गिरते हैं, मसीह पगले प्रकाशन मिला है उनके। ലോകത്തിന്റെ നിന്ന ഏറ്റുവാങ്ങുന്നതിന് അത്രേ താൻ വന്നത്. संसार की निंदा उड़ाने के लिए मसीह ने आया है। ഈ അതിക്രൂരമായ സാഹചര്യങ്ങളുടെ താൻ കടന്നുപോയപ്പോഴൊക്കെയും തന്റെ ചിന്ത മുഴുവനും തന്റെ ദൗത്യം നിറവേറ്റുക എന്നുള്ളതിലായിരുന്നു. इतनी वेदना दुख सजते हुए आगे दौड़ने का समय भी हमारा मसीह के उद्देश्य, इतनी भीड़ मसीह में आएंगे वो देखते हुए, അതെ, പാപികൾക്ക് വേണ്ടി തന്നെത്താൻ അത് സമർപ്പിക്കുവാൻ, അവർക്ക് വേണ്ടി രക്ഷയുടെ ആ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് യേശുവിന് കഴിഞ്ഞു. पापियों को जो वचन मसीह के बारे में अपनाया, ग्रहण किया, वो देखते हुए आनंद होने के लिए मसीह संसार में आया है। സത്യ സുവിശേഷം സംസാരിക്കുമ്പോൾ ജനങ്ങൾ മാനസാന്തരപ്പെടും. सच्चे सुसमाचार सुनाने में लोग मन भराते हैं। മാനസാന്തരത്തിന്റെ സുവിശേഷം പ്രസംഗിക്കാത്തത് കൊണ്ട് ഇന്ന് അനേകം സുവിശേഷ യോഗങ്ങളിലും അത് മാനസാന്തരം നടക്കുന്നില്ല. मन भराने की जो वचन नहीं देता है, इसलिए लोग मन भराता नहीं है। പാപികൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വരികയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക, അതത്രേ സുവിശേഷം. पापियों बचाने के लिए यीशु मसीह के बारे में बताना, उनका सुसमाचार फैलाना, यही है हमारा कर्तव्य है। നമുക്ക് ഭൗതികമായിട്ടുള്ളതായ നന്മകൾ തരുന്നതിന് യേശുവിന് കഴിയും. भौतिक तौर पर, आर्थिक तौर पर हमें फल देने के लिए मसीह को हो सकता है। നമ്മുടെ രക്ഷയുടേതായ ഒരു അതിനോടൊപ്പം ഉള്ളതായ ഒരു കോംപ്ലിമെന്റ് അത്ര ഈ ഭൗതികമായ നന്മകൾ എന്ന് പറയുന്നത്. हमारा उद्धार के लिए, रक्षा के लिए हमारा प्रयत्न है, उसमें हमें मिलते हुए एक आनंद की बात है, भौतिक बात। അല്ലാതെ ഭൗതികമായ നന്മകൾ നൽകി നമ്മെ ഇവിടെ മിടുക്കന്മാരായിട്ട് അങ്ങനെ ജീവിച്ച് ഇവിടെ തന്നെ ജീവിതം അവസാനിപ്പിച്ച് പോകുന്നതിന് വേണ്ടിയല്ല യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. हम यहाँ पर कुछ धनवान धनी होकर आनंद होने के लिए केवल है ही नहीं, मसीह में लोगों को लाते हुए उन्होंने मसीह को ग्रहण करते अपनाते, वो देखने के लिए मसीह संसार में आया है। എത്ര ക്രൂരമായിട്ടുള്ളതായ പാപം ചെയ്തതായ വ്യക്തിയും മനസ്സാന്തരപ്പെടുകയാണെങ്കിൽ സ്വർഗരാജ്യത്തിൽ അവന് സ്ഥാനമുണ്ട്. और कितने कठोर हृदय वाला भी यीशु को ग्रहण करते हैं, अपनाते हैं, वो देखेगा तो मसीह आनंद बनाते हैं। കൊലപാതകങ്ങൾ ചെയ്തതായ വ്യക്തികൾ പോലും മനസ്സാന്തരപ്പെട്ട് ശക്തമായിട്ട് ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. हत्या करने वाले लोग भी यीशु को ग्रहण करके आजकल दिनों में मसीह में आनंद मगन होते हैं.
മനസ്സാന്തരപ്പെടുന്ന ആരെയും ദൈവം ഒരു നാളും തള്ളിക്കളയുകയില്ല. मन बनाया हुआ कोई किसी को मसीह त्याग नहीं करते हैं। ജോൺ ബനിയൻ പറയുന്നത് സ്വർഗരാജ്യത്തിലെ കവാടം അത് അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒലിവ് മരം കൊണ്ടെന്നത്രേ. जॉन बेनियन ने यही कहा है, स्वर्ग राज्य की ओर प्रवेश करने के लिए द्वार बनाया है जैतून वृक्ष की लकड़ियों से बनाया है। ഒലിവ് മരത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് അത് വളരെ മാർദ്ദവമായിട്ടുള്ളതാണ്. അത് പിന്നെ ഹാർഡല്ല. और जैतून की वृक्ष की पाटियों और ऐसे सरल वस्तु है। അപ്പൊ അത് പിന്നെ കടന്നു വരുന്നതായ ഏത് പാപിയെയും അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയും. ये आते हुए ये सारे पापियों को स्वीकार करने के लिए हो सकता है। അതെ, തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ഒരു വ്യക്തിയെയും സ്വർഗം തള്ളിക്കളയുകയില്ല. मसीह के लोगों से उद्धार पाए हुए कोई किसी को मसीह त्याग नहीं करते हैं। ആ ക്രിസ്തുവിൻ്റെതായ ആ പാഷൻ, ആ ഒരു തീവ്രമായ അത് ആ വികാരം നമ്മിൽ ഉണ്ടാകട്ടെ. ये मसीह की मन में जो योजना है, आग्रह है, इच्छा है, वो हमारे में भी परिपूर्णता में लाए। മറ്റു മനുഷ്യരോടുള്ളതായ ആ ക്രിസ്തുവിന്റെ സ്നേഹം औरों को मसीह का इतने प्रेम मेल मिला। പലപ്പോഴും നമ്മുടെ ജീവിതങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു എന്താണ് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് പറയുന്നത് പോലുള്ളതായ ഒരു ഒരു താല്പര്യം അത്രേ പലപ്പോഴും സുവിശേഷത്തോട് നമുക്കുള്ളത്. और हम मसीह को अपनाया है, ग्रहण किया है, औरों को देखते हैं और ठंडापन हो गर्म हो नहीं, इसका बीच में रहने वाले हैं। അതെ, കോൾഡ് ക്രിസ്ത്യാനിറ്റി, തണുപ്പന്മാരായ ക്രിസ്ത്യാനികളും. वो ठंडापन में है वो ईसाई लोग, തണുപ്പന്മാരായ ഉത്സാഹമില്ലാത്തതായ സുവിശേഷ വേലക്കാർ. वो सेवकाई में है, उनको सेवकाई में है लेकिन उनको उत्साह नहीं है। ക്രിസ്തുവിന് വേണ്ടി വെല്ലുവിളികളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിന് ധൈര്യമില്ലാത്ത വ്യക്തികൾ. और मसीह के लिए कोई हम खड़ा होता है, हमारा बदले आता है, बदनामी देता है, वो त्याग करते हुए आगे बढ़ने वाला सेवकाइयों। ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ഒരു ഉണർവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് അത് കാറ്റ് വീശട്ടെ. मसीह की गुण हमारा जिंदगी में एक तूफान की नाई, पवन हवा की नाई बड़े आए। അതെ, പാപികൾ മാനസാന്തരപ്പെടട്ടെ. पापियों मन फिराए। ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ ദൂതന്മാരും വിശുദ്ധന്മാരും ആനന്ദ നൃത്തം ചെയ്യുമെന്നത്രേ നാം വായിക്കുന്നത്. एक पापी मन फिरावट में है, तब भूमि में एक पापी मन फिराने के समय स्वर्ग राज्य में स्वर्ग दूतों के साथ वहां पर आनंद से भर जाते हैं. ക്രിസ്തുവിന്റെ മാതൃക നോക്കിയിട്ട് അത് എന്താണ്, മാനസാന്തരപ്പെടുന്ന വ്യക്തികളെ ഓർത്ത് നാം ഏറ്റവും സന്തോഷിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ. ये संसार में हम देखते हैं, ये देखे हुए हम स्वर्ग राज्य में आनंद मगन होने के कारण बने. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും തള്ളിക്കളഞ്ഞതായ പാർശ്വവൽക്കരിക്കപ്പെട്ടതായ സാധുക്കളായ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാം. और ये सास जीवन में दरिद्र है, कंगाल है इत्यादि लोगों को सुसमाचार सुनाने के लिए हम आगे बढ़ने के लिए तैयारी के साथ रहे. എല്ലാ കാലത്തും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടതായ അഥവാ ദരിദ്രരായ ആളുകൾ അത്ര സുവിശേഷത്തോട് താല്പര്യം കാണിച്ചിട്ടുള്ളത്. आजकल दिनों में लोगों का बीच में निंदापन होकर और नीच जातियों यीशु को ग्रहण करते हैं, अपनाते हैं, यीशु को अधिक प्रेम करते हैं आजकल दिनों में भी. അതുകൊണ്ട് ഓരോ ആത്മാവും വിലയുള്ളതത്രേ. इसी कारण में एक एक व्यक्ति का आत्मा को मूल्य है. ക്രിസ്തുവിന്റെ ആ മനോഭാവം ഉള്ളവരായി നമുക്ക് ജീവിക്കാം. और मसीह की स्वभाव हमारे में बढ़ते ही रहे. ഈ രക്ഷാ ദൗത്യത്തിൽ നമുക്കും പങ്കുചേരാം. അതിലൂടെ നമുക്ക് സന്തോഷമുള്ളവരായി ജീവിക്കാം. ये उद्धार की काम कार्यों में हम भी भागी बने और आगे बढ़ते ही रहे. അതെ, ഈ എളിയവരിൽ ഒരുത്തൻ പോലും നശിച്ചു പോകുന്നത് പിതാവിന് ഇഷ്ടമില്ല.
एक छोटा सा व्यक्ति भी नाश होने के लिए परमेश्वर आग्रह नहीं रखते हैं। ദൈവ ഭവനത്തിലേക്ക് അവരെയും കൂട്ടിച്ചേർക്കാം. वो मसीह की भवन में उन्हों को भी मिलाप में लाए. അതെ, ആലയത്തെക്കുറിച്ചുള്ളതായ ദൈവ ആലയത്തെക്കുറിച്ചുള്ളതായ അതെ ഒരു എരിവ് നമുക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് തരട്ടെ. और मसीह की और लोगों को लाने के लिए एक उन्मेष, तीक्ष्णता और दौड़ हमारा बीच में आना फला है. പാപികൾ മനസ്സാന്തരപ്പെടുമ്പോൾ യേശു സന്തോഷിച്ചതുപോലെ ദൈവ വേലയിലായിരിക്കുന്ന നമുക്കും അതത്രേ ആ സന്തോഷം അതത്രേ നമ്മുടെ ആഹാരം ആയിരിക്കട്ടെ. पापियों मन फिराते हैं, उद्धार पाते हैं और मसीह को ग्रहण करते हैं, स्वीकार करते हैं. वो देखते हुए हम भी आनंद हो, स्वर्ग राज्य में भी आनंद हो. ഈ ഒരു ഉത്സാഹവും സന്തോഷവും ദൈവവേലയിൽ ആയിരിക്കുന്ന നമുക്ക് ദൈവം പകർന്നു തരട്ടെ. ये विशाल हृदय, इसके मतलब हमारा हृदय की आग्रह आगे बढ़ने के लिए प्रभु हमें अनुग्रह दिया दे. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ശക്തിയോടുകൂടി ചെയ്യുക എന്ന് വചനത്തിൽ നാം വായിക്കുന്നു. हम इतना कर सकते हैं, इतना कितने सामर्थ्य शक्ति के साथ किया करे, ये परमेश्वर हमें आग्रह करते हैं. അതിന് ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. हाँ, वो ही सेवकाई के लिए हम सबों को मसीह इस्तेमाल करे हाथ में. നമുക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തതായ ദൈവദാസനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. और अनुवाद करने के लिए प्रभु ने अवसर दिया है, इसी कारण मैं धन्यवाद देता हूं. Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഈ സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു പകൽക്കാലം കൂടെ കർത്താവ് നമുക്ക് തന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് അത്ഭുതകരമായിട്ട് നമ്മളെ ഓരോരുത്തരെയും നടത്തുന്ന വഴികളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് തന്ന ആഹാരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ ദാസനിൽ കൂടെ നമ്മളെ കേൾപ്പിച്ച ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് സർവവും ത്യജിക്കുവാൻ, ഹാലേലുയ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹവും വിശപ്പും ഉള്ളവരായിട്ട് തീരുവാൻ തക്കവണ്ണം, ഹാലേലുയ, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനിൽ കൂടെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹാലേലുയ. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ചെയ്യുന്ന വേലയിലൊക്കെയും ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തട്ടെ. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ്റെ സുവിശേഷ വേലകളിലൊക്കെയും ദൈവ സാന്നിധ്യം വെളിപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്ന കർത്താവിൻ്റെ ദാസൻ ജോർസി തോമസിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം